ഇവിടെ ആരും ഇല്ലയോ? ഇവിടെ ആളെ നിൽക്കുന്ന കാണാൻ പോയേ. കണ്ണിലെന്തോ കുരുവാ. ഞാനേ ഇവിടുത്തെ BLO. അത് ഞാനെന്താ വേണം? നിങ്ങൾ ആരായാലും എനിക്കൊരു പ്രശ്നമില്ല. BLO എന്ന് പറഞ്ഞാൽ ആരാന്ന് മനസ്സിലായോ? നിങ്ങളുടെ പിതാവിന്റെ പേരെന്ന് പറഞ്ഞേ. വോട്ടേഴ്സ് ID കൂടെ എടുത്തോണ്ട് വാ. അതൊക്കെ എന്തിനാ നിങ്ങക്ക്? തന്നില്ലെങ്കി മാതാവിന്റെ പേര് പറ. മാതാവിന്റെ വോട്ടേഴ്സ് ID കൂടെ എടുത്തോണ്ട് വാ. ഇല്ലെങ്കി നിങ്ങൾക്ക് ഈ ഫോം ഫില്ല് ചെയ്യണ്ടായോ? അതൊക്കെ നിങ്ങളുടെ ഉത്തരവാദിത്വമാ. ഞങ്ങൾക്ക് ഇതിന്റെ ഒന്നും ആവശ്യമില്ല. ഞങ്ങള് പഴയ ക്ഷത്രിയ രക്തമാണ്. നിങ്ങളുടെ വോട്ടേഴ്സ് ID ആധാറോ എന്തെങ്കിലും ഉണ്ടെങ്കിൽ അതിങ്ങ് എടുത്തോണ്ട് വാ. കുടിക്കാനേ കുറച്ച് വെള്ളം എടുക്കാവോ? നടന്ന് ക്ഷീണിച്ചു വരുവാ. നിങ്ങളുടെ പഴയ വോട്ടേഴ്സ് ലിസ്റ്റ് ഒന്ന് നോക്കാം. ആ നോക്ക്. ഓ അത് ശരി. ഇതിലെങ്ങും നിങ്ങളുടെ പേര് പോലും ഇല്ല. വോട്ട് ചെയ്യാനും വോട്ടേഴ്സ് ലിസ്റ്റിൽ പേര് ചേർക്കാനൊന്നും പോകാറില്ലേ? ഇല്ല. അതാ ഇതിലെങ്ങും കാണാത്തത്. നിങ്ങൾ എവിടുത്തുകാരാ? എവിടുന്ന് വന്നാ താമസിക്കുന്നേ? ഞങ്ങളെ ക്ഷത്രിയരാ. ആ ക്ഷത്രിയര് പോയേ വോട്ടേഴ്സ് ID ആധാറും ഒക്കെ എടുത്തോണ്ട് വാ. നോക്കട്ടെ. ഇത് ആരുടെയാ? 20 വർഷം മുമ്പുള്ളയാന്നല്ലോ. ഇതൊന്നും പുതുക്കാറില്ലേ? നിലവിലുള്ള ഏതെങ്കിലും ID കയ്യിലുണ്ടോ? ഇല്ല. അതൊക്കെ ആദ്യം പോയി എടുത്തോണ്ട് വാ. എന്നിട്ട് ഇത് ഫില്ല് ചെയ്യാ. അല്ലെങ്കിലേ ഇത് മൊത്തം കുരുവാകും. മാഡം ഇത് എങ്ങനെയും പൂരിപ്പിച്ചതാ. കുരുവാക്കല്ലേ. കുടിക്കാൻ ജ്യൂസ് എന്തായാലും എടുക്കട്ടെ. എങ്ങനെയെങ്കിലും ഇത് വന്ന് നമ്മളെ കൊണ്ട് ഇതൊന്നും പറ്റില്ല. അത് മനസ്സിലായി. വർത്താനം ഇതൊന്നും അല്ലല്ലോ. പ്ലീസ്. ഇതിപ്പോ എന്തോ വേണം? ആ കൊണ്ടുവാ. പൂരിപ്പിച്ചായിരുന്നോ? പൂരിപ്പിച്ചു. ആ എന്തായാലും മിസ്റ്റേക്ക് വല്ലതും ഉണ്ടോ നോക്കട്ടെ. അപ്പൊ ഉറങ്ങിയിരിക്കുന്ന ആളിനെ ഇങ്ങോട്ടൊന്ന് കാണിച്ചേ. ഇപ്പൊ ഒന്നും പറയാനില്ലയോ? ഇല്ല. അതെന്താ? 2002 നിങ്ങളുടെ അച്ഛനും അമ്മയും വോട്ട് ചെയ്തോന്ന് ചോദിച്ചതിന് എന്തൊരു ബഹളമായിരുന്നു. അത് നിങ്ങളാരാ അതൊക്കെ ചോദിക്കാൻ? എന്ത് 2002 ഞങ്ങൾ ആർക്കാ വോട്ട് ചെയ്തതെന്ന്? അയ്യോ ഞാൻ ചോദിച്ചത് മനസ്സിലായില്ലയോ? 2002 നിങ്ങളുടെ അച്ഛനും അമ്മയും വോട്ട് ചെയ്തിട്ടുണ്ടോന്നാ ഞാൻ ചോദിച്ചത്. ആരാ ഇത്? മോനാ, ഇത് സുഖമില്ലാത്തയാ. മോളത് കാര്യാക്കണ്ട. ഇതൊക്കെ പൂരിപ്പിച്ച് കൊടുക്കുകയും വേണം, വായിരിക്കുന്ന മൊത്തം കേൾക്കുകയും വേണം. എന്തൊരു കഷ്ടമായിരിക്കും. എന്റെ ഒരു പഴയ പാസ്ബുക്ക് കിട്ടിയല്ലോ ഇന്ത്യൻ ബാങ്കിലെ. ഏത്? ആ അതോ? അത് 2 വർഷം മുമ്പുള്ളതാ. അതിനകത്ത് എന്തായാലും ഇട്ടിട്ട് എത്ര നാളായെന്ന്. ഇതിനകത്ത് 55,000 രൂപ ബാലൻസ് കാണിക്കുന്നുണ്ടല്ലോ. കൊച്ചു കള്ളെ ഒളിപ്പിച്ച് വെച്ചേക്കുവായിരുന്നല്ലേ. ഞാൻ പോയെടുത്തോളാം. ഒപ്പിട്ട് തന്നാ മതി. അല്ല അതെ ഒന്നും പറയണ്ട. എല്ലാം ഞാൻ സെറ്റ് ആക്കിക്കോളാം. ഞാൻ പോയിട്ട് വരാം. അതിലെന്തെങ്കിലും ഉണ്ടോ പപ്പ? പപ്പ അതിനകത്ത് ATM വെച്ച് നേരത്തെ പൈസ എല്ലാം എടുത്തതാ മോനെ. ഇപ്പൊ അതിനകത്തെല്ലാം ഒന്നുമില്ല. A few moments later. നല്ല പണിയായിപ്പോയി. ATM വെച്ച് അതിലുള്ള പൈസ എല്ലാം എടുത്തതായിരുന്നു അല്ലേ? മിനിമം ബാലൻസ് ഇല്ലെന്ന് പറഞ്ഞ എന്റെ കയ്യിൽ ഇരുന്ന് 1000 രൂപ കൂടെ അവര് മേടിച്ചു. രാവിലെ നഷ്ടക്കോളാണല്ലോ. ഓടിക്കാൻ